ശബരി ഒരു തപസ്വിനിയായിരുന്നു. ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്വിനി. എന്റെ അയ്യപ്പ, എന്തായി കാണുന്നത്? ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇത് വല്ലാത്ത അത്ഭുതമായിപ്പോയി. ആരാണ് അയ്യപ്പനെ പറ്റിയിട്ട് വാചാലരാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ ഉദ്ദേശം എന്തുവായിരുന്നു? അവിശ്വാസികളായിട്ടുള്ള കുറെ ആൾക്കാർ ഒരു രീതിയിലുള്ള ആത്മാർത്ഥതയും ഇല്ലാതെ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഗമം. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. കാലാകാലങ്ങളായിട്ട് നാട് ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഇത്തരം പരിപാടികളും സംഗമങ്ങളും സമ്മേളനങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അത്തരം പരിപാടികളുടെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും? നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പല പരിപാടികളും സംഘടിപ്പിക്കാറുള്ളത്. ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ടാക്സ് പണത്തിൽ നിന്നാണ്, ടാക്സ് മണിയിൽ നിന്നാണ്. ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് ഇത്തരം സമ്മേളനങ്ങളും സംഗമങ്ങളും ഒക്കെ തന്നെ നടത്താറുള്ളത്. എന്നാൽ ഈ സംഗമങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു സംഗമം കൊണ്ട് എന്ത് ഉപകാരമാണ് ജനങ്ങൾക്കുണ്ടായത്? 7 കോടി രൂപ പമ്പാ നദിയിലൂടെ വെറുതെ ഒലിച്ചു കളഞ്ഞു. മാത്രമല്ല ബാക്കി എന്തെങ്കിലുമൊക്കെ ഇവരുടെ കീശയിലേക്കും പോയിട്ടുണ്ടാകും. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്, എന്ത് പ്രയോജനത്തിന് വേണ്ടിയിട്ട്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? മാത്രമല്ല ഈ പരിപാടി വൻ പരാജയമായി എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. എണ്ണി തിട്ടപ്പെടുത്തിയ 10,200 പേര് അവിടെ വന്നിട്ടുണ്ട് ആ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് 4000 പേരോളമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തത്. ഈ 4000 പേരിൽ ആകെ ആ പരിപാടിയിൽ പങ്കെടുത്തത് 600 പേരാണ്. അപ്പൊ ബാക്കി ആൾക്കാർ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ബാക്കി ആൾക്കാർ ഗവൺമെന്റ് ജീവനക്കാരാണ്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും അവിടുത്തെ ജീവനക്കാരും പിന്നെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് ബാക്കി ആൾക്കാർ. അങ്ങനെയാണ് ഒരു 10,200-1,500 പേര് ആ പരിപാടിയിൽ പങ്കെടുത്തത്. 3,500 പേരെയോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജും ആ ഒരു സമ്മേളനത്തിന്റെ ഏരിയയുമാണ് അവർ പണിഞ്ഞത്. അതും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഫുള്ള് AC ആണ്. ശീതീകരിച്ച് ഒരു മഞ്ഞുമലയിൽ ഇരിക്കുന്ന പ്രതീതിയോട് കൂടിയിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് വെറുതെ കാശ് ചെലവാക്കി. 24 മണിക്കൂറും പറയുന്ന ഒരു കാര്യമുണ്ട്, നാഴികയ്ക്ക് 40 വട്ടം കേരളത്തിന് പണമില്ല, ഇപ്പൊ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം അനുഭവിക്കുന്നതെന്നാണ് പലപ്പോഴും ഈ മന്ത്രിമാര് നമ്മുടെ അടുത്ത് പറയാറുള്ളത്. എന്നിട്ട് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിലെ മന്ത്രിമാരും നമ്മുടെ ഗവൺമെന്റും എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അനാവശ്യമായിട്ട് പണം ചെലവാക്കുകയാണ്. ഒരു കാര്യവുമില്ലാതെ, ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവരൊക്കെ അയ്യപ്പനെ പുകഴ്ത്തി കഴിഞ്ഞാൽ വെറും ഫേക്ക് ആയിട്ടുള്ള പുകഴ്ത്തലാണ് എന്ന് വിശ്വാസികൾക്കറിയാം. ഇവരിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എലക്ഷൻ വരുവാണ്. എലക്ഷൻ വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണമല്ലോ, വിശ്വാസികളുടെ വോട്ട് ഇവർക്ക് വേണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. കാരണം വിശ്വാസികളെ മാക്സിമം ഇവർ വെറുപ്പിച്ചു. ഈ പ്രാവശ്യം ഒരു വിശ്വാസിയും ഇവർക്ക് വോട്ട് ചെയ്യത്തില്ല, ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവർക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം വിശ്വാസികളെ എല്ലാം മാക്സിമം വെറുപ്പിച്ച് അവരുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇവര്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസിയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. മിക്കവരും സർക്കാർ ജീവനക്കാരാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും. അവർക്ക് വന്നേ പറ്റത്തുള്ളൂ. കാരണം ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ അവിടെ വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സഹികെട്ട് അവിടെ വന്നു. വേറൊരു കാര്യമുണ്ട്, ഇന്നലത്തെ വാർത്തയിൽ ഞാൻ കണ്ടതാണ്. മുഖ്യമന്ത്രിയും മറ്റ് ഗസ്റ്റുകളും പ്രസംഗിക്കുമ്പോൾ അവരെല്ലാവരും ഇരുന്ന് ഉറക്കം തൂങ്ങുവാണ്. നല്ല തണുപ്പുമാണ്, പ്രസംഗവും കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാണ് പറഞ്ഞത്, ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 7 കോടി രൂപ മുടിച്ചു കളഞ്ഞു. എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? ശബരിമല എന്ന് പറയുന്ന അമ്പലത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അയ്യപ്പൻ ഇവരുടെയൊക്കെ രക്ഷയുടെ ആവശ്യമുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. ഏതായാലും നമുക്ക് അവിടെ ഒഴിഞ്ഞ സീറ്റുകൾ കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത കണ്ടിട്ട് വരാം. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയപ്പോൾ നിറഞ്ഞിരുന്ന സദസ്സ് പ്രസംഗം തുടങ്ങിയ അല്പസമയം കഴിഞ്ഞതോടെ കാലിയായി. കെ അഖിലുണ്ട് നമുക്കൊപ്പം. കെ അഖിൽ, ഗുഡ് ഈവനിങ്. അതെന്ത് പറ്റി? 3500 പേർക്കുള്ള കസേരയല്ലേ അവിടെ ഇട്ടിരുന്നത്? പ്രധാന വേദിയിൽ കുറെ വെളുത്ത കസേരകൾ ആളൊഴിഞ്ഞ് കിടക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് പോയതാണോ അതോ മുഴുവൻ ആളുകളും എത്തിയില്ലേ അഖിൽ?
സുജിയ, ഈ ഒരു ഘട്ടത്തിൽ, അതായത് ആദ്യഘട്ടം മുതൽ തന്നെ പുറകുവശത്ത് ഏറ്റവും പുറകിലായിട്ടുള്ള കുറച്ച് കസേരകളൊക്കെ അങ്ങനെ കാലിയായി കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിന് അത്രയുണ്ടായി. പിന്നീട് ഈ ഒരു ദേവസ്വം പ്രസിഡന്റിന്റെ ഒരു സ്വാഗത പ്രസംഗം കൊണ്ട് അല്പസമയം കുറച്ച് നീണ്ടുപോയി. അത് കുറച്ചിങ്ങനെ നീണ്ടുപോയതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഉദ്ഘാടന പ്രസംഗം തുടങ്ങി കുറച്ച് സമയം, അതായത് പതിവിലും സാധാരണഗതിയിലെ അല്ലെങ്കിൽ സാധാരണ സമയത്തൊക്കെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയത്ത് ഇത്തവണ മുഖ്യമന്ത്രിയുടെ സംസാരിച്ചു അല്ലെങ്കിൽ പ്രസംഗം നീണ്ടുപോയിരുന്നു എന്നതാണ്. അങ്ങനെ കുറച്ച് നീണ്ടുപോയപ്പോഴാണ് ഈ സാധാരണ രീതിയിൽ കുറെ ആളുകളൊക്കെ അവിടെ ഇരുന്ന ആളുകളൊക്കെ ഇങ്ങനെ നീണ്ടുപോയി. അതിലെ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് കരുതുന്നു. അതായത് ഭയങ്കര തണുപ്പായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇതിനുള്ളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളൊക്കെ വലിയൊരു കണ്ടില്ലേ? ഈ ഒഴിഞ്ഞ സീറ്റുകളെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് അത്രേ. മാധ്യമങ്ങൾ ലൈവായിട്ട് പോയിട്ട് എടുത്തോണ്ട് വന്ന ദൃശ്യങ്ങൾ അവർ വാർത്തയിൽ കാണിച്ചതാണ്. ഈ പരിപാടി നടക്കുന്ന സമയത്ത് ലൈവായിട്ടുള്ള വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഈ ദൃശ്യങ്ങൾ കാണാം. മിക്ക സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. ആരും എവിടെങ്ങും പോയി ഇരിക്കുന്നില്ല. മാത്രമല്ല, ഇരിക്കുന്ന ആൾക്കാർ വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ലാതെ ഇരിക്കണമല്ലോ എന്നുള്ള കാരണത്താൽ അവിടെ വന്നിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം പന്തളത്ത് അയ്യപ്പന്മാരെല്ലാവരും കൂടി ചേർന്ന് അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്. വിശ്വാസികൾ നടത്തുന്ന അയ്യപ്പ സംഗമമുണ്ട്. അതിനകത്ത് എത്ര പേര് പങ്കെടുക്കുമെന്ന് നമുക്കറിയാം. ഇത് ഒരു കാര്യവുമില്ലായിരുന്നു. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ 7 കോടി രൂപ കൊണ്ട് ജനങ്ങൾക്ക് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട വഴിക്ക് ഒരു പ്രയോജനവും ഇല്ലാതെ വിശ്വാസികളെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച നാടകം, ഇതിനെ നമുക്ക് നാടകമായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഗീതയിൽ നിന്നും മറ്റ് ഏതൊക്കെയോ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കുറെ വാക്കുകളും എഴുതിയെടുത്ത് വലിയൊരു പ്രസംഗവും തയ്യാറാക്കി 10 മിനിറ്റ് നിന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വിശ്വാസികളുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിനു മുമ്പ് കാണിച്ചു കൂട്ടിയതും നടത്തിക്കൊണ്ടിരുന്നതും ഒക്കെ തന്നെ അത്ര പെട്ടെന്നൊന്നും ജനങ്ങൾ മറക്കത്തില്ല. ഈ രാഷ്ട്രീയക്കാരുടെ ഒരു വിചാരമുണ്ട്, ജനങ്ങൾ പെട്ടെന്ന് അങ്ങ് മറക്കുമെന്നാണ് രാഷ്ട്രീയക്കാർ വിചാരിച്ചു വെച്ചേക്കുന്നത്. അത് പണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊന്നും പോകത്തില്ല. അതാണ് യാഥാർത്ഥ്യം. AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് പോലും. AI വെച്ച് ഇത് ക്രിയേറ്റ് ചെയ്യാനല്ലയോ ആൾക്കാർക്ക് പണി. കോൺഗ്രസും BJPയും AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് ആ ആളില്ലാത്ത കസേരകൾ, അല്ലാതെ അവിടെ ആള് കയറാത്തതല്ല. ഇതിനാണ് പറയുന്നത്. എന്നിട്ട് ഗ്ലോബൽ അയ്യപ്പ സംഗമം, ഗ്ലോബലി ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. അത് കേരളം മാത്രമല്ല, കേരളമോ ഇന്ത്യയോ മാത്രമല്ല, നമ്മുടെ ഈ ലോകം മുഴുവനുമുള്ള അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു അയ്യപ്പ സംഗമമാണ്. എന്നിട്ട് ലോകം മുഴുവനുമുള്ള എത്ര അയ്യപ്പന്മാർ വന്നു? ലോകം മുഴുവൻ 1500 അയ്യപ്പന്മാരേ ഉള്ളൂ. എൻ്റെ ഒരു സംശയമാണ്. മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് എത്ര അയ്യപ്പന്മാർ വന്നു? കേരളത്തിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു അയ്യപ്പ ഭക്തന്മാരുള്ളത്, ഭയങ്കര തീവ്ര അയ്യപ്പ ഭക്തന്മാരുള്ളത് തമിഴ്നാടും കർണാടക ആ ഏരിയയിലൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ക്ഷണം സ്വീകരിച്ച് 1 or 2 ഏതോ മിനിസ്റ്റേഴ്സോ അങ്ങനെ ആരാണ്ടൊക്കെ വന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട പൂജാരികളോ സന്യാസിമാരോ മറ്റ് ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരോ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് സ്റ്റേജിൽ കയറ്റി ഇരുത്താൻ കൊള്ളാത്ത ഒരുത്തനെയും കൂടെ പിടിച്ച് കയറ്റി ഇരുത്തുന്ന കണ്ടു, വെള്ളാപ്പള്ളി നടേശൻ. എന്ത് കാര്യത്തിന് ആ പുള്ളിയെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്? എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും വായെടുത്തു കഴിഞ്ഞാൽ മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാനും മതവിശ്വാസികളെ കുറിച്ച് കുറ്റം പറയാനും വേണ്ടിയിട്ട് മാത്രം വാ തുറക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് ആ സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയൊക്കെ പ്രഹസനമെന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? നാടകം കളിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ നാടകം കളിക്കുന്നത്? എന്തിനാണ് ഈ ജനങ്ങളുടെ പൈസ എന്തിനാണ് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരുന്നത്. ഇവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, ജനങ്ങളുടെ പൈസ നശിപ്പിച്ച് കളയാതിരിക്കുക. ആ പൈസ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? 7 കോടി രൂപ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള തുകയാണോ? ഇവർക്കൊക്കെ നിസ്സാരമായിരിക്കും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിസ്സാരമായിരിക്കാം. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് നിസ്സാരമല്ല. 7 കോടി രൂപ എന്ന് പറയുന്നത് ഇതൊക്കെ സാധാരണക്കാരന്റെ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന പൈസയാണ്. നമ്മൾ ഓരോ ആൾക്കാരും അടയ്ക്കുന്ന ടാക്സ്, ആ പണത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ആ പണമാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്. എന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴേക്കും ഇവർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്ര സർക്കാർ പൈസ തരുന്നില്ല. കേന്ദ്ര സർക്കാർ പൈസ തന്നിട്ട് എന്തിനാ? ഇതുപോലെ നശിപ്പിച്ച് കളയാനല്ലയോ? അല്ലാതെ കേരളത്തിന് ഗുണമുള്ള കാര്യമൊന്നും ചെയ്യാനല്ലല്ലോ. അയ്യപ്പ സംഘം നടത്തിക്കൊണ്ട് എന്ത് ഗുണമാണ് നടന്നത്? എന്ത് ബെനിഫിറ്റാണ് ഉണ്ടായത്? അവരുദ്ദേശിച്ച കാര്യം പോലും നടന്നില്ല. നമ്പർ 1 ഫ്ലോപ്പ് ആയിരുന്ന ഒരു അയ്യപ്പ സംഘമാണ് നമ്മൾ കണ്ടത്. അയ്യപ്പ സംഗമോ അല്ല, അയ്യപ്പ സർക്കസ്. എന്നിട്ട് ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്ന് പേര്. വെറുതെ ഇങ്ങനെ പരിഹാസ്യരാകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്തരം പരിപാടികൾ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാകാതെ ഇറങ്ങിപ്പോകാനെങ്കിലും സാധിക്കും.